ഇന്നത്തെ നമ്മുടെ വീഡിയോ ആർഡിനോയെക്കുറിച്ചാണ്. ഈ വീഡിയോ സീരീസ് ഈ പ്ലേലിസ്റ്റ് ഇലക്ട്രോണിക്സ് ആൻഡ് മൈക്രോ കൺട്രോളർ ടോപ്പിക്കിൽ താല്പര്യമുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ്. ആർഡിനോ എന്നത് ഒരു മൈക്രോ കൺട്രോളർ ബേസ്ഡ് ഓപ്പൺ സോഴ്സ് ഇലക്ട്രോണിക്സ് ഹാർഡ്വെയർ പ്രോട്ടോടൈപ്പ് ബോർഡാണ്. പേര് സൂചിപ്പിക്കും പോലെ തന്നെ ഹാർഡ്വെയർ ഡിസൈൻ ഫ്രീ ആണ്, അതുപോലെ തന്നെ സോഫ്റ്റ്വെയറും. ആർഡിനോ വെബ്സൈറ്റിൽ ഓൺലി ഹാർഡ്വെയർ ഡിസൈനേ ഫ്രീ ഉള്ളൂ. ഹാർഡ്വെയർ പൈസ കൊടുത്തിട്ട് തന്നെ വാങ്ങിക്കണം. അത് ഡെവലപ്പ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് ചെയ്ത ഹാർഡ്വെയർ നിങ്ങൾ ആർഡിനോയുടെ ബോർഡ് പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ അത് ക്യാഷ് കൊടുത്തിട്ട് തന്നെ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷമേ കിട്ടത്തുള്ളൂ. ഓപ്പൺ സോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഫ്രീ ആണെന്നുള്ള അതിനർത്ഥമില്ല. അതിൻ്റെ ഹാർഡ്വെയർ ഡിസൈനും അതിൻ്റെ സോഫ്റ്റ്വെയറുമാണ് ഫ്രീ ഉള്ളത്. ആർഡിനോ വെബ്സൈറ്റിൽ നിന്നും ഡിസൈൻ ഡൗൺലോഡ് ചെയ്യാനാവും നിങ്ങൾക്ക്. ആർഡിനോയുടെ ഡിസൈൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ മൈക്രോ കൺട്രോളർ ബോർഡ് ഉണ്ടാകാം. നിങ്ങളുടെ കൺസെപ്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോജക്റ്റ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഓപ്പൺ സോഴ്സ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ബേസിക്കലി ഏതൊരു മൈക്രോ കൺട്രോളർ ഡെവലപ്മെൻറ്റ് എൻവയറോൺമെൻറ്റിനും രണ്ട് ഭാഗങ്ങളാണുള്ളത്, സോഫ്റ്റ്വെയർ സൈഡും ഹാർഡ്വെയർ സൈഡും. ഹാർഡ്വെയർ സെക്ഷൻ എന്നത് മൈക്രോ കൺട്രോളറും അതിൻ്റെ ഇലക്ട്രോണിക് സപ്പോർട്ടിംഗ് പാർട്ടുകളും, അതായത് പവർ സപ്ലൈ സെക്ഷൻ, എക്സ്റ്റേണൽ റിസോഴ്സുമായിട്ട് ഡാറ്റ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള സെക്ഷൻസ്, പി സി ആയിട്ട് കണക്ട് ചെയ്യുന്നത് ഇല്ലെങ്കിൽ പെരിഫറൽസുമായിട്ട് കണക്ട് ചെയ്യുന്ന പോർഷൻസ്, ക്ലോക്ക് ജനറേറ്ററുകൾ, ഫിൽറ്ററുകൾ എന്നിവ പോലുള്ള ഇലക്ട്രോണിക്സ് കമ്പോണൻറ്റുകൾ ചേർന്നതാണ് ഹാർഡ്വെയർ സെക്ഷൻ. അതേസമയം സോഫ്റ്റ്വെയർ എന്നത് ഒരു മൈക്രോ കൺട്രോളർ എങ്ങനെ യൂസറിൻ്റെ റിക്വയർമെൻറ്റിനനുസരിച്ച് വർക്ക് ചെയ്യണം എന്നുള്ള ഒരു ലോജിക്കൽ സെക്ഷനാണ്. ഒരു മൈക്രോ കൺട്രോളർ ബോർഡിനെ ആർഡിനോ ആക്കുന്നത് ആർഡിനോ പ്രൊപ്പോസ് ചെയ്യുന്ന ഹാർഡ്വെയർ ഡിസൈനും അവരുടെ ആർഡിനോ സോഫ്റ്റ്വെയർ കോമ്പാറ്റബിലിറ്റിയും ചേർന്നിട്ടാണ്. ഇറ്റലിയാണ് ഈ ഓപ്പൺ സോഴ്സ് പ്രോട്ടോടൈപ്പിൻ്റെ ജന്മദേശം എങ്കിലും മാർക്കറ്റിൽ ഇപ്പോൾ വരുന്ന ആർഡിനോ ബോർഡ്സ് എല്ലാം ചൈന മേക്കാണ്. ആർഡിനോ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോഗ്രാംസ് മൈക്രോ കൺട്രോളറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ആർഡിനോ സോഫ്റ്റ്വെയർ ID, അതായത് ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയറോൺമെൻറ്റ്, പ്രോസസ്സിംഗ് പോലെ തന്നെയുള്ള ഒരു ഡെവലപ്മെൻറ്റ് എൻവയറോൺമെൻ്റ് ആണ്. പ്രോസസ്സിംഗ് ജാവ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ബേസ്ഡ് ആണ്, പക്ഷേ ആർഡിനോ C++ ലാംഗ്വേജ് ബേസ്ഡ് ആണ്. C++ ലാംഗ്വേജ് യൂസ് ചെയ്യുമ്പോൾ ഒരു ന്യൂ കമർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്ന വിധത്തിലാണ് ഈ പ്ലാറ്റ്ഫോമിൻ്റെ ഡിസൈൻ. കുറച്ച് ബേസിക് പ്രോഗ്രാമിംഗ് നോളജും ഇത്തിരി ഇലക്ട്രോണിക്സിനോടുള്ള ഇൻട്രസ്റ്റുമുള്ള ആർക്കും എളുപ്പത്തിൽ ആർഡിനോ പ്രോജക്റ്റുകൾ ചെയ്യാനായിട്ടാകും. പ്രോസസ്സിങ്ങിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ടെക്നോയുടെ പ്ലേലിസ്റ്റിൽ ചെക്ക് ചെയ്താൽ അതിൻ്റെ വീഡിയോസ് കാണുവാൻ സാധിക്കും. ആർഡിനോയെക്കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാനിവിടെ ഷെയർ ചെയ്യാം. ഇലക്ട്രോണിക്സിനെയും ആർഡിനോയെക്കുറിച്ചും എനിക്കുള്ള അറിവ് ഒരു 10% മാത്രമാണ്. ഏതെങ്കിലും റോങ് ഇൻഫർമേഷൻ ഷെയർ ചെയ്താൽ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾക്ക് ശരിയായ വിവരങ്ങൾ പങ്കുവയ്ക്കാം. യു ആർ മോസ്റ്റ് വെൽക്കം. അതെനിക്കും വളരെ ഹെൽപ്ഫുള്ളാവും. അതുപോലെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും വളരെ യൂസ്ഫുള്ളായിരിക്കും, ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്കിന്ന് ആർഡിനോയുടെ ഹാർഡ്വെയർ സെക്ഷനെ കുറിച്ച് നോക്കാം. ആർഡിനോ വെബ്സൈറ്റിൽ റിസോഴ്സിൽ പ്രൊഡക്റ്റ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ആർഡിനോ പ്ലാറ്റ്ഫോമിലെ വിവിധങ്ങളായ മൈക്രോ കൺട്രോളറെ കുറിച്ച് കാണാം. പ്രൊഡക്ട്സിൽ പോയി കഴിഞ്ഞാൽ ഇത് ആർഡിനോയുടെ പ്രൊഡക്റ്റ്, അവരുടെ ബോർഡുകൾ, അവരുടെ ആർഡിനോ പ്ലാറ്റ്ഫോമിലുള്ള ബോർഡുകൾ, അവർ ഡിസൈൻ ചെയ്തിരിക്കുന്ന ബോർഡുകൾ സെല്ല് ചെയ്യാനായിട്ടുള്ള, മാർക്കറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സെക്ഷനാണ് ആർഡിനോ പ്രൊഡക്ട്സ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ബേസിക് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ബോർഡുകളെ കുറിച്ചുള്ള ബേസിക് ഇൻഫർമേഷൻ ലഭിക്കും. ആർഡിനോ ബോർഡ് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യണത്, എന്താണ് അതുകൊണ്ട് ഒരു സാധാരണക്കാരനുള്ളൊരു ഉപയോഗം എന്നൊക്കെ നമുക്ക് വരും വീഡിയോകളിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. എന്തൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്കത് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത് നമുക്ക് ഫ്യൂച്ചറിൽ ചെയ്യുന്ന വീഡിയോകളിൽ നമ്മൾ ഓരോരോ പ്രൊജക്റ്റായിട്ട് അത് ചെയ്യാനായിട്ട് ശ്രമിക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഇത് ആർഡിനോയോട് ഇൻട്രസ്റ്റ് ഉള്ള, ആർഡിനോയെക്കുറിച്ച് എന്തെങ്കിലും ബേസിക് എന്തെങ്കിലുമൊക്കെ അറിയാവുന്ന, മൈക്രോ കൺട്രോളറിനെ കുറിച്ച് എന്തെങ്കിലും ബേസിക്കായിട്ട് എന്തെങ്കിലും ഒരു ഐഡിയ ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോകൾ ചെയ്യുന്നത്. എൻട്രി ലെവലിലുള്ള ബോർഡുകളുണ്ട്. എൻട്രി ലെവലിലുള്ള ആർഡിനോയുടെ യൂനോ എന്ന് പറയുന്ന ഇതൊരു ബേസിക് സെക്ഷനിൽ വരുന്ന ഒരു ബേസ് പ്രോട്ടോടൈപ്പാണ്.
ഇത് വളരെ പോപ്പുലറാണ്. ആർഡിനോയുടെ യൂനോ ഇതാണ് നമ്മൾ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റുകളെല്ലാം ആർഡിനോ ബേസ് ചെയ്തിട്ടായിരിക്കും. ഈ ആർഡിനോ യൂനോയെ ബേസ് ചെയ്തിട്ടായിരിക്കും. ആർഡിനോയുടെ സ്റ്റാർട്ടർ കിറ്റുണ്ട്. ഈ സ്റ്റാർട്ടർ കിറ്റിൽ എല്ലാ ഒരുമാതിരിപ്പെട്ട കാര്യങ്ങൾ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാവിധ സാധനങ്ങളും ഉണ്ട്. നാനോ എന്ന് പറയുന്നത് ചെറിയ മൈക്രോ കൺട്രോളർ യൂസ് ചെയ്തിട്ടുള്ള ചെറിയ ബോർഡുകളാണ്. ഇൻപുട്ട് IOs കുറവായിരിക്കും ഇതിനുള്ള. അതുപോലെ തന്നെ വർക്കിംഗ് വോൾട്ടേജ് 3.3 വോൾട്ടിലൊക്കെ വർക്ക് ചെയ്യുന്ന ടൈപ്പ് ബോർഡുകളും 5 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ബോർഡുകളും അങ്ങനെയുള്ള ഡിഫറൻസുകളുണ്ടാകും. ഇത് സ്പെഷ്യൽ ഫീച്ചറുകൾ എൻഹാൻസ് ചെയ്യുന്ന ഇത് 485 ഷീൽഡാണ്. ക്യാൻ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു പ്രോട്ടോക്കോളാണ്. ക്യാൻ പ്രോട്ടോക്കോൾ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോളാണ്. അതിൻ്റെ ഷീൽഡാണ്. റിലേക്ക് വേണ്ടിയിട്ടുള്ള ബോർഡ്, പ്രോട്ടോടൈപ്പ് ഷീൽഡ്, മോട്ടോർ കൺട്രോളിന് വേണ്ടിയിട്ടുള്ള ഷീൽഡുകൾ, റിലേ ഉള്ള ഷീൽഡ് എന്ന് പറയുന്നത് ഒരു ആർഡിനോ ബോർഡിന് മേളിൽ നമുക്ക് അറ്റാച്ച് ചെയ്തുകൊണ്ട് വേറൊരു ആർഡിനോ ബോർഡുമായിട്ട് ഒരു ആർഡിനോയുടെ ബേസ് മോഡലായിട്ട് യൂനോ എന്ന് പറയുന്ന ആർഡിനോ ബേസ് മോഡൽ ഇല്ലെങ്കിൽ മെഗ എന്ന് പറയുന്ന ആർഡിനോ ബേസ് മോഡലിനോട് അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് പെരിഫറൽസ് അറ്റാച്ച് ചെയ്ത് സ്റ്റാക്ക് ചെയ്ത് നമ്മുടെ ആർഡിനോയുടെ ഫങ്ഷനാലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. ചില ഷീൽഡ് എന്ന് പറഞ്ഞാൽ 12 പിന്ന് IO ആണുള്ളെങ്കിൽ അതിനെ ഇൻക്രീസ് ചെയ്ത് 24 ആക്കാനും 48 ആക്കാനും ഒക്കെ കഴിവുള്ള തരത്തിലുള്ള ഷീൽഡുകളാണുള്ളത്. ഇൻ്റർനെറ്റ് ഓഫ് തിങ്സിനുള്ള ബോർഡുകളുണ്ട്. അതിൽ തന്നെ പല തരത്തിലുള്ള ബോർഡുകളുണ്ട്. ബ്ലൂടൂത്ത് ടെക്നോളജി ഇല്ലെങ്കിൽ വൈഫൈ ടെക്നോളജി പ്രൊവൈഡ് ചെയ്യുന്ന ബോർഡുകൾ, വാൻ കണക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന GSM-ന് വേണ്ടിയിട്ടുള്ള ബോർഡുകൾ, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ബോർഡുകളുണ്ട്. പിന്നെ എഡ്യൂക്കേഷണൽ പർപ്പസിനുള്ള ബോർഡുണ്ട്. നിങ്ങളിപ്പോൾ ഈ സൈറ്റിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് യൂനോയുടെ ബോർഡ് പർച്ചേസ് ചെയ്യാനാവുന്നതാണ്. ഓൺലൈൻ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇ-കൊമേഴ്സ് സൈറ്റാണ്. ആർഡിനോയുടെ ഇ-കൊമേഴ്സ് സൈറ്റാണ്. അത് കൂടാണ്ട് ഇപ്പോൾ ആമസോണിൽ പോയി കഴിഞ്ഞാൽ ആമസോണോ ഇല്ലെങ്കിൽ സൂക്കോ നിങ്ങളുടെ രാജ്യത്തുള്ള ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ഇ-കൊമേഴ്സ് സൈറ്റിൽ പോയി കഴിഞ്ഞാൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആർഡിനോ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ലിസ്റ്റ് കിട്ടും. നാട്ടിലാണെങ്കിൽ ഇന്ത്യയിലാണെങ്കിൽ 3999 4000 രൂപയ്ക്ക് അതിൻ്റെ ഫുള്ള് കിറ്റ് കിട്ടും. 500-600 രൂപകളിൽ ആർഡിനോ ബോർഡ് മാത്രമായിട്ട് വാങ്ങിക്കുന്നെങ്കിൽ UAE-ലാണെങ്കിൽ ഏകദേശം ഒരു 50-60 ദിർഹത്തിനുള്ളിൽ ഇത് കിട്ടും. 150 ദിർഹത്തിനടുത്തേ ആകത്തുള്ളൊരു കിറ്റിന്. ഓക്കെ, നേരത്തെ പറഞ്ഞിരുന്ന ആർഡിനോയുടെ 2 ബോർഡുകളെ കുറിച്ച്. അതിലൊന്ന് ആർഡിനോ യൂനോ റിവിഷൻ 3 ആണ്. $23 അതിൻ്റെ വില. ഓക്കെ, ഇതാണ് നമ്മുടെ 328 മൈക്രോ കൺട്രോളർ. 328P എന്നാണെന്ന് തോന്നുന്നു അതിൻ്റെ പേര്. ഓക്കെ, ഇത് മൈക്രോ കൺട്രോളറാണ്. ഇത് 8-bit മൈക്രോ കൺട്രോളറാണ്. ഇത് നമ്മൾ പറഞ്ഞത് USB ഇൻ്റർഫേസ് ഡാറ്റ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടുള്ള കമ്പ്യൂട്ടറിൽ നിന്ന് നമ്മുടെ പ്രോഗ്രാംസ് എല്ലാം അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള USB ഇൻ്റർഫേസ്, അതിൻ്റെ കമ്പോണൻസ്, ഇത് ക്ലോക്ക് ജനറേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മൈക്രോ കൺട്രോളർ ബേസിക്കലി വർക്കാകുന്നത് ക്ലോക്ക് ജനറേറ്റ് ചെയ്ത് ആ പൾസാണ് ഇതാണ് ഇതിൻ്റെ ഹാർട്ട് ബീറ്റ്. ഈ മൈക്രോ കൺട്രോളർ ഒരു ലിവിങ് തിങ് ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ ഒരു ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത്. മൈക്രോ കൺട്രോളർ ഇതാണ് ബ്രെയിൻ. പവർ സപ്ലൈ ഇൻപുട്ട്, അതിൻ്റെ റെക്ടിഫയറും ബ്രിഡ്ജ് സെക്ഷൻസാണ്. റെഗുലേറ്റർ സെക്ഷനാണ്, വോൾട്ടേജ് റെഗുലേഷന് വേണ്ടിയിട്ടുള്ള സെക്ഷൻസാണ്. ഇത് അനലോഗ് ഇൻപുട്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ഇൻപുട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈക്രോ കൺട്രോളർ യൂസ് ചെയ്യുന്നത് എക്സ്റ്റേണൽ വേൾഡിൽ നിന്നുള്ള ഇൻപുട്ട്സിനെ ഫീഡ് ചെയ്തുകൊണ്ട്, അതായത് എക്സ്റ്റേണൽ വേൾഡ് എന്ന് പറഞ്ഞാൽ ഈ ബോർഡിലുള്ളതല്ലാത്ത പുറത്തുനിന്നുള്ള ബോർഡിൽ നിന്നുള്ള ഇൻപുട്ട്സോ ഇല്ലെങ്കിൽ ഒരു അന്തരീക്ഷാവസ്ഥയോ കാലാവസ്ഥയോ ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, വിൻഡ് സ്പീഡ്, റെയിനിങ് ആണോ അല്ലേ എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് അതുപോലുള്ള അവസ്ഥകൾ, എക്സ്റ്റേണൽ വെതർ, ക്ലൈമറ്റ്, ഇതുപോലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വോൾട്ടേജ് സോഴ്സ് ഇല്ലെങ്കിൽ ഇതുപോലുള്ള തന്നെയുള്ള വേറെ ബോർഡുകൾ, കൺട്രോൾ ബോർഡുകൾ, അതിൽ നിന്ന് വരുന്ന ഫീഡ്ബാക്കുകൾ, അതെല്ലാം ഇൻ്റർഫേസ് ചെയ്തുകൊണ്ട്
അതിനനുസരിച്ച് ഓരോ ഇൻപുട്ടും ചേഞ്ച് ആവുന്നതിനനുസരിച്ച് എന്ത് പ്രോസസ്സ് ചെയ്യണം എന്നുള്ളത് മൈക്രോ കൺട്രോളർ നമ്മൾ പ്രോഗ്രാം ചെയ്തിരിക്കുന്നതിനനുസരിച്ച് മൈക്രോ കൺട്രോളർ പ്രോഗ്രാം അനലൈസ് ചെയ്ത് അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്ത് ആ ഔട്ട്പുട്ട് ഈ പിന്നുകളിലൂടെ തന്നെ പുറത്തേക്ക് കൊടുക്കുന്നത്. അപ്പോൾ അത് വേണമെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ബോർഡ് യൂസ് ചെയ്തിട്ട് കൺട്രോൾ ബോർഡുകളോ ഇല്ലെങ്കിൽ ഒരു ഹീറ്ററോ ഇല്ലെങ്കിൽ എന്തെങ്കിലും സ്പ്രിംഗ്ലർ സിസ്റ്റമോ യൂസ് ചെയ്തിട്ട് വാട്ടർ സ്പ്രേയിങ്ങോ ടെമ്പറേച്ചർ കൺട്രോളർ യൂസ് ചെയ്തുകൊണ്ട് തെർമോസ്റ്റാറ്റ് അതുപോലുള്ള എന്തെങ്കിലും യൂസ് ചെയ്തുകൊണ്ട് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുക, ഫാൻ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുക, മോട്ടോർ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുക, സ്പീഡ് അഡ്ജസ്റ്റ്മെൻറ്റ്, സ്വിച്ച് ഓൺ ചെയ്യുക, സ്വിച്ച് ഓഫ് ചെയ്യുക, ഇതുപോലുള്ള ഫങ്ഷൻസ് എല്ലാം ചെയ്തുകൊണ്ട് ആണ് അതിനെ പ്രോസസ്സ് ചെയ്യുന്നത്. ഇതുപോലുള്ള ഫങ്ഷൻസ് എല്ലാമാണ് ഔട്ട്പുട്ടിനെ കൺട്രോൾ ചെയ്യുന്നത്. അതായത് ഓരോ ഇൻപുട്ടിനെ ബേസ് ചെയ്തുകൊണ്ട് പ്രോസസ്സ് ചെയ്തുകൊണ്ട് ഔട്ട്പുട്ടിനെ കൺട്രോൾ ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള ഇൻപുട്ടുകൾ നമ്മൾ ഇതിൻ്റെ അകത്ത് കൊടുക്കേണ്ടി വരും. പലതരത്തിലുള്ള ഔട്ട്പുട്ടുകൾ നമ്മൾ ഇതിൽ നിന്നും എടുക്കും, ഈ മൈക്രോ കൺട്രോൾ ബോർഡിൽ നിന്ന് എടുക്കും. അതിലൊരു ടൈപ്പ് ഇൻപുട്ടാണ് അനലോഗ് ഇൻപുട്ട്. അനലോഗ് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ വേരിയിങ് ആയിട്ടുള്ള, അതായത് ഒരു സ്ഥിരമായിട്ടുള്ള ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ അല്ലാതെ വേരിയിങ് ആയിട്ടുള്ള ഇൻപുട്ടുകളെയാണ് അനലോഗ് ഇൻപുട്ട് എന്ന് പറയുന്നത്. ടൈമിനനുസരിച്ച് അത് വേരി ചെയ്യുന്നത്, റിലേറ്റീവ് ടു ടൈമാണ്, ആ ടൈമിനനുസരിച്ച് വേരി ചെയ്തുകൊണ്ടിരിക്കും. ആ ഇൻപുട്ടുകൾ കൊടുക്കുന്ന പിൻസാണ് A0 to A5 വരെ. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ ഡിജിറ്റൽ IOs ആണ്. ഇത് ഡിജിറ്റൽ എന്ന് പറഞ്ഞാൽ രണ്ട് സ്റ്റേറ്റുകളിൽ ഓൺ അല്ലെങ്കിൽ ഓഫ് എന്ന് പറയുന്ന സ്റ്റേറ്റ്, ട്രൂ അല്ലെങ്കിൽ ഫോൾസ് എന്ന് പറയുന്ന സ്റ്റേറ്റ്. ആ ഓൺ അല്ലെങ്കിൽ ഓഫ് അല്ലെങ്കിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് എന്ന് പറയുന്ന സ്റ്റേറ്റ് ഇൻപുട്ട് ചെയ്യാനായിട്ടുള്ളതും ഇവിടുന്ന് ഔട്ട്പുട്ട്, അതുപോലെ തന്നെ ഓൺ അല്ലെങ്കിൽ ഓഫ് എന്ന് പറയുന്ന സ്റ്റേറ്റാണ് ഇവിടുന്ന് ഔട്ട്പുട്ട് ചെയ്യുന്നത്. അതെടുക്കാനായിട്ടുള്ള പിന്നുകളാണുള്ളത്. അതിൽ തന്നെ ഈ സിമ്പിൾ കൊടുത്തിരിക്കുന്നത് എല്ലാം പൾസ് വിഡ്ത്ത് മോഡുലേറ്റഡ് ഔട്ട്പുട്ടാണ്. അതായത് ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ഡിജിറ്റൽ അല്ലാണ്ട് അനലോഗ് ഫോർമാറ്റിൽ ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് പൾസ് വിഡ്ത്ത് മോഡുലേഷൻ എന്നാണ് പറയുന്നത്. ഒരു പൾസിൻ്റെ ഇതിന് പൾസ് ജനറേറ്റ് ചെയ്യും. പൾസ് ജനറേറ്റ് ചെയ്ത് അതിൻ്റെ വിഡ്ത്ത് വേരി ചെയ്ത് അതിൻ്റെ ഔട്ട്പുട്ട് പവർ കൺട്രോൾ ചെയ്യുന്നതാണ് പൾസ് വിഡ്ത്ത് മോഡുലേഷൻ. ഇത് അനലോഗ് ഔട്ട്പുട്ടാണ്, ഒരു തരത്തിലുള്ള അനലോഗ് ഔട്ട്പുട്ടാണ്. ഡിജിറ്റലിനെ അനലോഗിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ടുള്ള അനലോഗ് ഔട്ട്പുട്ടാണ്. ഈ 0-1 എന്ന് പറയുന്നത് ഡാറ്റ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടുള്ള പിന്നാണ്. അതുപോലെ തന്നെ ഡിജിറ്റൽ പിന്നുമാണ്, TX-RX പിന്നുകളാണ്. ഇത് ICSP ഹെഡറാണ്, പ്രോഗ്രാമിങ്ങിന് വേണ്ടിയിട്ടുള്ള പിന്നുകളാണ്. ഇവിടെ രണ്ട് TX-RX, ഈ TX-RXും ഈ TX-RX LED ആയിട്ട് കണക്റ്റഡ് ആണ്. പവർ ഇൻപുട്ട് ഉണ്ട്, 3.3 വോൾട്ട് ഔട്ട്പുട്ട്. ഇതിന്ന് ഔട്ട്പുട്ട് എടുക്കാൻ പറ്റും. ഗ്രൗണ്ട് 5 വോൾട്ട് ഔട്ട്പുട്ട് എടുക്കാൻ പറ്റും. ഇത് VIN പിന്നാണ്. ഈ VIN പിന്ന് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. ഇതിൽ നിങ്ങൾക്കിപ്പോൾ ഒരു അനലോഗ് ഇൻപുട്ട് കൊടുക്കുന്നത് 5 വോൾട്ടിൽ നിന്ന് താഴെയുള്ളൊരു പിൻ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടുള്ള അനലോഗ് ഇൻപുട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ഈ VIN പിന്നിൽ ആ വോൾട്ടേജ് ഇൻപുട്ട് ചെയ്യാം. 8-bit AVR മൈക്രോ കൺട്രോളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നേരത്തെ AVR അതിൻ്റെ അറ്റ്മെൽ എന്ന് പറയുന്നൊരു ഗ്രൂപ്പായിരുന്നു. മൈക്രോ ചിപ്പ്, ഇപ്പോൾ മൈക്രോ ചിപ്പിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അറ്റ്മെൽ മൈക്രോ കൺട്രോളർ മാർക്കറ്റിലെത്തുന്നത്. ലെസ് 20 mA ആണ് അതിൻ്റെ പവർ റേറ്റിംഗ്. USB ഉണ്ട്, 5 വോൾട്ട് ആണ് സ്റ്റാൻഡേർഡ് വോൾട്ടേജ്. അതുപോലെ തന്നെ ഇതിൻ്റെ ടെക്നിക്കൽ സ്പെക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇൻപുട്ട് വോൾട്ടേജ് 7 to 12 വോൾട്ട് ആണ് റെക്കമെൻഡഡ്. ഇൻപുട്ട് വോൾട്ടേജ് ലിമിറ്റ് മാക്സിമം 20 വോൾട്ട് വരെ കൊടുക്കാം. കാരണം റെഗുലേറ്റർ ഉണ്ട്. ഈ റെഗുലേറ്റർ IC ഇവിടെ ഒരു റെഗുലേറ്റർ ഉണ്ട്. ഡിജിറ്റൽ IO പിൻസ് 14 പിൻസ് ആണുള്ളത്. അതിൽ 6 പൾസ് വിഡ്ത്ത് മോഡുലേഷനെ സപ്പോർട്ട് ചെയ്യുന്നു. അനലോഗ് ഇൻപുട്ട് പിന്ന്, ഓരോ ഡിജിറ്റൽ IO പിന്ന് വഴിയും നമുക്ക് കണക്ട് ചെയ്യാവുന്ന കറണ്ട് 20 mA ആണ്. ഒരു മൈക്രോ കൺട്രോളറിനെ സംബന്ധിച്ച് IO പോലെ തന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് പെരിഫറൽസ് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് അതിൻ്റെ മെമ്മറി എന്ന് പറയുന്നത്. 32 കിലോബൈറ്റിൻ്റെ ഫ്ലാഷ് മെമ്മറിയാണുള്ളത്. അതിൽ 0.5 കിലോബൈറ്റ് യൂസ് ചെയ്യുന്ന ബൂട്ട് ലോഡർ എന്ന് പറഞ്ഞാൽ ഈ മൈക്രോ കൺട്രോളറിൻ്റെ ഒരു OS എന്ന് വേണമെങ്കിൽ പറയാം. OS എന്ന് ആയിട്ട് കമ്പയർ ചെയ്യാനായിട്ട് ഒരിക്കലും സാധിക്കത്തില്ല. പക്ഷേ മൈക്രോ കൺട്രോളർ വർക്ക് ഇന്ന കാര്യങ്ങൾ ഇന്ന രീതിയിൽ ഇന്ന ഫോർമാറ്റിലാണ് ചെയ്യേണ്ടതെന്നുള്ളത് ചെയ്തു വയ്ക്കാനായിട്ട് അതിനൊരു ബേസ് അടിസ്ഥാന പ്രോഗ്രാമിൻ്റെ ഒരു ആവശ്യമുണ്ട്. അതിനെയാണ് ബൂട്ട് ലോഡർ എന്ന് പറയുന്നത്. ആ ബൂട്ട് ലോഡർ പ്രൊവൈഡ് ചെയ്യുന്നത് ആർഡിനോയാണ്. ആർഡിനോയുടെ ബൂട്ട് ലോഡറാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇത് ഓൾറെഡി ബിൽറ്റ് ആണ്, ഇതിൻ്റെ അകത്ത് പ്രോഗ്രാം ചെയ്തിട്ടാണ് വരുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു ആർഡിനോ ഡിസൈൻ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിലും ആർഡിനോയുടെ ബൂട്ട് ലോഡർ യൂസ് ചെയ്യണം.
ഇതിൽ 32 കിലോബൈറ്റ് ഉള്ളതിൽ 0.5 കിലോബൈറ്റ് അതിന് വേണ്ടി റിസർവ് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷമുള്ള ഫ്ലാഷ് മെമ്മറിയെ നമ്മുടെ പ്രോഗ്രാം റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എസ് റാം എന്ന് പറയുന്നത് സ്റ്റാറ്റിക് റാം 2 കിലോബൈറ്റ് ഉണ്ട്. സ്റ്റാറ്റിക് റാം യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ ഒരു പ്രോഗ്രാമിൽ ഒരു ലോജിക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഒരു ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും വേണ്ടിയിട്ടുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ലോജിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ലോക്കൽ വേരിയബിൾസ് നമുക്ക് പ്രോഗ്രാമിൽ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ആ ലോക്കൽ വേരിയബിൾസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ പ്രോസസ്സിങ് നടക്കുന്നത് എപ്പോഴും സ്റ്റാറ്റിക് റാമിലായിരിക്കും. റാം എന്ന് പറഞ്ഞാൽ റാൻഡം ആക്സസ് മെമ്മറി, അതിലായിരിക്കും ആ പ്രോസസ്സ് എല്ലാം നടക്കുന്നത്. പിന്നെ ഈ പ്രോം ഉണ്ട്, 1 കിലോബൈറ്റിൻ്റെ ഈ പ്രോം ഉണ്ട് ATmega 3288P. ഈ പ്രോമിലേക്ക് നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നോൺ വോളറ്റൈൽ ആയിട്ടുള്ള ഒരു മെമ്മറിയാണ് ഈ പ്രോം എന്ന് പറയുന്നത്. എസ് റാം എന്ന് സ്റ്റാറ്റിക് റാം എന്ന് പറയുന്നത് വോളറ്റൈൽ ആയിട്ടുള്ള ഒരു മെമ്മറിയാണ്. അപ്പോൾ നോൺ വോളറ്റൈൽ ആയിട്ടുള്ള മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യേണ്ട നമ്മുടെ ഒരു ഡേ ടൈം സെറ്റിംഗ്, നമ്മുടെ ഒരു കൗണ്ടർ റണ്ണിങ് ആണ്. പവർ ഓഫ് ചെയ്യുമ്പോഴത്തേക്കും അത് പോകാൻ പാടില്ല, ആ കൗണ്ടറിൻ്റെ വാല്യൂ പോകാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ആ കൗണ്ടറിനെ നമ്മൾ ഈ പ്രോമിലേക്ക് റൈറ്റ് ചെയ്ത് വയ്ക്കുക. ഈ പ്രോമിലേക്ക് റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോവില്ല. ക്ലോക്ക് സ്പീഡ് 16 MHz ആണ്. 13ാമത്തെ പിന്നിന് ബിൽറ്റ് ഇൻ LED ആയിട്ട് കണക്റ്റഡ് ആയിട്ടാണ്. അതായത് ഈ ബോർഡ് തന്നെ ഒരു LED പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 13 ഈ LED ഇത് SMD ടെക്നോളജി വഴിയിട്ടുള്ള LED കമ്പോണൻസ് ആണ്. ഇതെല്ലാം SMD ടെക്നോളജി എന്നാണ് ഇതിന് പറയുന്നത്. സർഫസ് മൗണ്ട് ഡിവൈസ്, സർഫസ് മൗണ്ട് കമ്പോണൻസ് ആണ് ഈ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാം. ഇത് LED ആണ്. ഈ LED കണക്ട് ചെയ്തിരിക്കുന്ന ഈ 13ാമത്തെ പിന്നിലേക്കാണ്. ഓൾറെഡി കണക്റ്റഡ് ആണ്. ഇത് നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ മില്ലി സെക്കൻഡിൽ ഫ്ലാഷ് ചെയ്യാനായിട്ടുള്ള പ്രോഗ്രാം ഓൾറെഡി റൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ റൈറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ് ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ സിസ്റ്റം, നമ്മുടെ ബോർഡ് റണ്ണിങ് ആണോ ഇല്ല എന്നുള്ളത്, ഹെൽത്തി ആണോ ഇല്ല എന്നുള്ളത് നമുക്കറിയാനായിട്ട് സാധിക്കും. അങ്ങനെ ചെയ്യണമെന്നുള്ള യാതൊരു നിർബന്ധമില്ല, പക്ഷെ സാധിക്കും. ഇത് ബോർഡിൻ്റെ ഡിസൈനാണ്. Arduino യൂണിയുടെ ഡിസൈനാണ്. ഓരോ പിന്നും ഏതൊക്കെയായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഈ മൈക്രോ കൺട്രോളർ, ആക്ച്വലി മൈക്രോ കൺട്രോളർ നോക്കി കഴിഞ്ഞാൽ PC5, PC4 അത് പോർട്ടാണ് ഉദ്ദേശിക്കുന്നത്. സി സെക്ഷനിലുള്ള പോർട്ട്, D പോർട്ട്, ഓക്കെ. സിയിൽ 0, 1, 2, 3, 4, 5, 6, 7, 8 വരെ ഉണ്ടാവും. അതുപോലെ തന്നെ ഡിയിലുള്ള ബോർഡാണ്. ഇത് മൈക്രോ കൺട്രോളറിൻ്റെ നമ്പറുകളാണ്. അതേപോലെ തന്നെ ഈ കൊടുത്തിരിക്കുന്നത് അർഡിനോ ബേസ് ആയിട്ടുള്ള ലേബലുകളാണ്. ഇത് മൈക്രോ കൺട്രോളറിൻ്റെ ആക്ച്വൽ ലേബലാണ്. ഇത് അർഡിനോ ബേസ് ആയിട്ടുള്ള ലേബലുകളാണ്. ഇതെല്ലാം അർഡിനോ ബേസ് ആയിട്ടുള്ള ലേബലുകളാണ്. ബോർഡ് ഡിസൈൻ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾക്ക് അതിനനുസരിച്ച് ഡിസൈൻ ഉണ്ടാക്കി പുതിയ ഡിസൈൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ബോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. മൈക്രോ ചിപ്റ്റിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ATmega മൈക്രോ കൺട്രോളറിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സാധിക്കും. ലോ പവർ AVR 8-bit മൈക്രോ കൺട്രോളർ ഫാമിലിയിൽപ്പെട്ടതാണ്. 328 ഉണ്ട്, 168 ഉണ്ട്, 88 ഉണ്ട്. 20 million ഇൻസ്ട്രക്ഷൻസ് പെർ സെക്കൻഡ് ആണ്. 20 MHz ക്ലോക്കിൽ 328 ആണെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നത്, മാക്സിമം പ്രൊവൈഡ് ചെയ്യുന്നത് 20 million ഇൻസ്ട്രക്ഷൻസ് പെർ സെക്കൻഡ്. 20 million ഇൻസ്ട്രക്ഷൻസ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഒരു സെക്കൻഡിൽ. നമ്മുടെ ഹോബി മൈക്രോ കൺട്രോളറുകളെ ഹോബി പ്രൊജക്റ്റുകളെ വച്ച് നോക്കുമ്പോഴത്തേക്കും 20 million ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ എക്സിക്യൂട്ടിങ് ഇൻസ്ട്രക്ഷൻസ് ഇൻ എ സിംഗിൾ ക്ലോക്ക് സൈക്കിൾ ദ ഡിവൈസസ് അച്ചീവ് CPU ത്രൂപുട്ട് അപ്രോച്ചിങ് 1 million ഇൻസ്ട്രക്ഷൻസ് പെർ സെക്കൻഡ് പെർ മെഗാഹെർട്സ്. ഓക്കെ, നമ്മൾ 16 MHz ആണ് നമ്മുടെ ഡിസൈൻ. നമ്മുടെ അർഡിനോയുടെ ഡിസൈൻ ഉള്ളത് 16 MHz. ഒരു സെക്കൻഡിൽ ഇത് പ്രോസസ്സ് ചെയ്യുന്നത് 16 million ഇൻസ്ട്രക്ഷൻസ് ആണ് ഒരു സെക്കൻഡിൽ ഇത് പ്രോസസ്സ് ചെയ്യുന്നത്. അത് ഇനഫാണ്. ഞാനിത് വെച്ചിട്ട് 3-4 ടൈപ്പ് പ്രൊജക്റ്റുകൾ ചെയ്തിട്ടുണ്ട്. അതായത് കൊമേഴ്ഷ്യൽ പ്രൊജക്റ്റുകൾ ചെയ്തിട്ടുണ്ട്. ഡോർ അലാം സിസ്റ്റം, ആക്സസ് കൺട്രോൾ സിസ്റ്റം, അതുപോലുള്ള 2-3 പ്രൊജക്റ്റുകൾ ഇത് ബേസ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നോക്കുന്ന വേറൊരു അർഡിനോയുടെ ബോർഡാണ് Arduino Mega 2560. ഇതിൻ്റെ സ്പെക്ക് നോക്കി കഴിഞ്ഞാൽ 8-bit മൈക്രോ കൺട്രോളർ തന്നെയാണ്. AVR തന്നെയാണ് കൺട്രോളർ. 50 mAh ആണ് കറണ്ട് റേറ്റ് കപ്പാസിറ്റി.
5 വോൾട്ടിൽ തന്നെ വർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ, ഈ ബോർഡിൽ നോക്കിക്കഴിഞ്ഞാൽ മറ്റേ ആർഡിനോ യൂനോയേക്കാൾ കൂടുതൽ പിന്നുകളുള്ളതായിട്ട് കാണാം. കൂടുതൽ പിന്നുകളുള്ളത് ഇത് 2560 എന്ന് പറയുന്ന വേറൊരു മൈക്രോ കൺട്രോളറാണ്. ആറ്റ്മേഗയുടെ വേറൊരു മൈക്രോ കൺട്രോളറാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് കൂടുതൽ IOs ഉണ്ട്, ഇൻപുട്ട് ഔട്ട്പുട്ടുകൾ അതിന് കൂടുതലുണ്ട്. അത് കാരണമാണ് ഡിജിറ്റൽ IO. അനലോഗ് ഇൻപുട്ട് ഇതിന് 15 അനലോഗ് ഇൻപുട്ടുണ്ട്. പിന്നെ ഡിജിറ്റൽ IO പിന്നുകളാണ് ഇതുള്ളത്. കൂടുതൽ IO പിന്നുകൾ ആവശ്യമുള്ള, ഇല്ലെങ്കിൽ കൂടുതൽ പ്രോസസ്സിങ് ആവശ്യമുള്ള, കൂടുതൽ IOs ആവശ്യമുള്ള പ്രൊജക്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഈ ബോർഡ് യൂസ് ചെയ്യാം. ഇത് $40, മറ്റേൻ്റെ ഡബിളാണ് വില ഉള്ളത്. ഓരോ പിന്നും സോഴ്സ് ചെയ്യുക, അല്ലെങ്കിൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഇൻപുട്ട് സിങ്ക് ചെയ്യുന്നത്, സോഴ്സ് ചെയ്യുന്നത് 20 mA കറണ്ട് ആയിരിക്കണം മാക്സിമം റേറ്റിംഗ്. 54 പിൻസ് ഉണ്ട്. ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് സെയിം 5 വോൾട്ട് തന്നെ. ഇതിൻ്റെ മെമ്മറിയിലേക്ക് പോയി കഴിഞ്ഞാൽ 256 ആണ് ഫ്ലാഷ് ഉള്ളത്. അതിൽ 8 KB യൂസ് ചെയ്തിരിക്കുന്ന ബൂട്ട് ലോഡറിന് വേണ്ടിയിട്ട്, എൻ്റെ ബേസ് പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് 8 KB യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റാറ്റിക് റാം ഉള്ളത് 8 KB ആണ്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാറ്റിക് റാം 2 KB ആണ്, അതിൻ്റെ 4 ഇരട്ടിയുണ്ട്. അതുപോലെ തന്നെ ഈ പ്രോമും കൂടുതലുണ്ട്. ഇത് 1 KB ആയിരുന്നു. 32 KB ഉണ്ടായിരുന്ന ഫ്ലാഷ് മെമ്മറി കൂടുതലുണ്ട്. 256 ആണ് ഇതിൻ്റെ ഫ്ലാഷ് മെമ്മറി. ഫ്ലാഷ് മെമ്മറിയിലേക്കാണ് നമ്മുടെ പ്രോഗ്രാംസ് നമ്മൾ റൈറ്റ് ചെയ്യുന്നത്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോഗ്രാം റൈറ്റ് ചെയ്യുന്നത് ഫ്ലാഷിലേക്കാണ്. സെയിം 13 പിൻ നമ്പർ 13 LED ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഈ 2 ബോർഡ് വെച്ചിട്ടാണ് നമ്മൾ ഇനിയുള്ള പ്രോജക്റ്റുകൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഇതാണ് നമ്മുടെ ആർഡിനോ ബോർഡ്. ആർഡിനോയുടെ യുനോ R3 എന്ന സീരീസിൽ വരുന്ന ബോർഡാണിത്. .328P എന്ന് പറയുന്ന മൈക്രോ കൺട്രോളറാണ്. ആറ്റ്മലിൻ്റെ മൈക്രോ കൺട്രോളറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ആർഡിനോയുടെ മെഗ എന്ന് പറയുന്ന ബോർഡാണ്. നിങ്ങളൊരു കിറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ, ആർഡിനോയുടെ കിറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ ഇതെല്ലാം നിങ്ങൾക്ക് ഒറ്റ കിറ്റായിട്ട് തന്നെ ലഭിക്കുന്നതാണ്. സെൻസറുകളും കുറേ സെൻസറുകളുണ്ട് നമ്മുടെ കയ്യിൽ. ടോണിക് സെൻസർ, പിന്നെ ഇത് ക്ലോക്കാണ്. ഇതൊരു എതർനെറ്റ് ഷീൽഡാണ്. ആർഡിനോയ്ക്ക് ഈ ആർഡിനോ ബോർഡിനൊരു എതർനെറ്റ് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഫീച്ചർ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഷീൽഡാണിത്. ഷീൽഡ് എന്ന് പറയുന്നത് ഇതിങ്ങനെ പ്ലഗ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള പിന്നീട് കാണിക്കാം. ഇതിങ്ങനെ പ്ലഗ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ആർഡിനോയുടെ ബോർഡിന് ഈ എതർനെറ്റ് ഷീൽഡിൻ്റെ ഫീച്ചേഴ്സ് കിട്ടും. ഇത് കണക്ട് ചെയ്യുന്നത്, ഇത് സ്റ്റാക്ക് ചെയ്യുന്നതാണ്. ഇത് സ്റ്റാക്ക് ചെയ്ത് ഇങ്ങനെ യൂസ് ചെയ്യുന്നതാണ്. ഒരു ഡിസ്പ്ലേ, ഇത് LCD ഡിസ്പ്ലേ ആണ്, ക്രിസ്റ്റൽ ഡിസ്പ്ലേ. ഇത് നമുക്ക് ആർഡിനോയായിട്ട് കണക്ട് ചെയ്ത് നമ്മുടെ ഡാറ്റ യൂസർ ഇൻ്റർഫേസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതൊരു ഷീൽഡാണ്. നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാം. പുതിയ സർക്യൂട്ടുകൾ ഇതിൻ്റെ അകത്തേക്ക് ക്രിയേറ്റ് ചെയ്ത് ഇത് എക്സ്പാൻഡ് ചെയ്യാം. LED പാക്സ്, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് LEDs, കപ്പാസിറ്റർ, ഇതൊക്കെ പുഷ് ബട്ടൺ. ഈ പുഷ് ബട്ടണൊക്കെ നമുക്ക് ആർഡിനോയുടെ പ്രൊജക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും യൂസ്ഫുള്ളാണ്. കാരണം നമ്മുടെ യൂസറിനെ ഇൻ്റർഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള യൂസർ ഇൻ്റർഫേസ് ഇതിൽ നിന്നുമാണ്. ഇത് ഡോട്ട് മെട്രിക്സ്, LED ഡോട്ട് മെട്രിക്സ് ആണിത്. കുറച്ച് കമ്പോണൻറ്റുകൾ ഉണ്ട്. കമ്പോണൻറ്റുകളും ഇതെല്ലാം കൂടെ യൂസ് ചെയ്തിട്ടാണ് നമ്മളിനി നമ്മുടെ ആർഡിനോ ഡെവലപ്മെൻറ്റ്. ഇനി അടുത്ത വീഡിയോകളിൽ എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ, നമ്മൾ ഇത് ഓരോ ആർഡിനോ ബോർഡിലും നമ്മൾ ഓരോ സർക്യൂട്ട്സ് ചെയ്യും. ആ സർക്യൂട്ട്സിൻ്റെ എക്സ്പ്ലനേഷൻ ഉണ്ടാകും, അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുണ്ടാകും. പിന്നെ അതിൻ്റെ ഫങ്ഷണാലിറ്റി അതുപോലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഇനിയുള്ള വീഡിയോസ് ചെയ്യാം. ഇതിൻ്റെ അത് കൂടുതലായിട്ട് ഓരോ ഇലക്ട്രോണിക്സിനെ കുറിച്ചും
മൈക്രോ കൺട്രോളറിനെ കുറിച്ച് വേറൊരു വീഡിയോ സീരീസ് ചെയ്യുന്നുണ്ട്. എന്താണ് മൈക്രോ കൺട്രോളർ എന്നുള്ളത് അതിന് വേറൊരു വീഡിയോ സീരീസ് ചെയ്യുന്നുണ്ട്. ഇത് ഇലക്ട്രോണിക്സ്, നമുക്ക് ബേസിക് ഇലക്ട്രോണിക്സ് എങ്ങനെയാണെന്നും ഇലക്ട്രോണിക്സിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനായിട്ടും ആർഡിനോ യൂസ് ചെയ്തിട്ട് ഒരു IoT പ്രോജക്റ്റ്, ഇന്നിപ്പോൾ IoTയുടെ കാലമാണല്ലോ, IoT പ്രോജക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ ഇത് മൊബൈൽ ക്യാമറയിലാണ് ഇത് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. എനിക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് എല്ലാ സാധനങ്ങളും കൂടി. ഇത് റാസ്ബെറി പൈ ബോർഡാണ്. റാസ്ബെറി പൈയെ കുറിച്ചൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതാണ്. ഡെഡിക്കേറ്റഡ് വീഡിയോ സീരീസ് ഉണ്ടാകും റാസ്ബെറി പൈക്ക് വേണ്ടി. അതിൽ കൂടുതൽ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ വേറെ കുറച്ച് സെൻസറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സെൻസറുകളെല്ലാം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഒരു റിലേ ബോർഡ് ആവശ്യമാണ്. നിങ്ങളൊരു കിറ്റ് വാങ്ങിക്കുകയായിരിക്കും. എങ്ങനെ ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, ഇലക്ട്രോണിക്സ് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ, മൈക്രോ കൺട്രോളറിൽ പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആർഡിനോയിൽ എന്തെങ്കിലും ഹോബി പ്രോജക്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ഒരു ആർഡിനോയുടെ കിറ്റ് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് PC-യിലേക്ക് പോവാം. നമുക്ക് ഇനി കൂടുതൽ എക്സ്പ്ലനേഷൻ ഹാർഡ്വെയറിനെ കുറിച്ച് ഉണ്ടാകത്തില്ല. അത് നമ്മൾ ഓരോ പ്രൊജക്റ്റ് ചെയ്യുമ്പോഴും ഹാർഡ്വെയർ എന്താണെന്നുള്ളത്, ഈ ഹാർഡ്വെയർ എന്താണ്, ഇല്ലെങ്കിൽ ഇത് വെച്ചിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് തനിയെ മനസ്സിലായിക്കോളും. അടുത്ത സെക്ഷനിൽ നമുക്ക് സോഫ്റ്റ്വെയറിനെ കുറിച്ചൊന്ന് ചെക്ക് ചെയ്യാം. സോഫ്റ്റ്വെയർ കുറച്ച് പഠിച്ചിരിക്കേണ്ട ആവശ്യമുണ്ട്. ആർഡിനോയുടെ സോഫ്റ്റ്വെയർ എങ്ങനെ യൂസ് ചെയ്യാം, അതിൻ്റെ ഇൻസ്റ്റലേഷൻ അതെങ്ങനെ യൂസ് ചെയ്യാം, അത് എങ്ങനെയൊക്കെയാണ് പ്രോഗ്രാമിംഗ് ലോജിക്കുകൾ ക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെയുള്ളത് അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം. നമ്മൾ ഈ ചാനൽ ചെയ്യുന്നത് ഏതെങ്കിലും പർട്ടിക്കുലർ ടെക്നോളജിയെക്കുറിച്ചുള്ള ട്രെയിനിങ് വീഡിയോസ് അല്ല, മറിച്ച് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലോകത്തെ വ്യത്യസ്തങ്ങളായ ടെക്നോളജികളെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ, അതിൻ്റെ ഒരു ബേസിക് ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനുള്ള അവസരമുണ്ട്. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്യുക. ഹാപ്പി കോഡിംഗ്.